നമസ്തേ, ദ വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാരോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ മാരി ചെയ്യാൻ പോകുന്നത് ആരാണ്? ഹൂ ഈസ് യുവർ ഫ്യൂച്ചർ സ്പൗസ്, അല്ലെങ്കിൽ ഹൂ വിൽ യു മാരി? ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചപ്പോൾ കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്യൂച്ചർ സ്പൗസ് റീഡിങ് വേണം എന്നുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്, ഒരു പിക്കപ്പ് അയൽ റീഡിംഗ് ആണ്. ബിക്കോസ് ജനറൽ റീഡിങ്സ് ചെയ്യുമ്പോൾ എത്ര ആളുകൾക്ക് റെസനേറ്റ് ആകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പിക്കപ്പ് ഫയൽസ് റീഡിങ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് ഫസ്റ്റ് ഫയലാണ്. സെക്കൻഡ് ഫയൽ ഇതാണ്. സോ അതല്ലാതെ നമ്മൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1 to 15 ആണെന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. ഇനി 60 to 30 ഒക്കെയാണ്, 31st ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം. ഓക്കെ. ഇനി അല്ല നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ നിങ്ങളുടെ വർക്ക് ചെയ്യുന്നുണ്ട് ഗംഭീരമായിട്ട് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വെച്ച് നിങ്ങൾക്ക് ഈ രണ്ട് ഡെക്കിൽ ഏത് ഡെക്കാണോ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നത് ആ ഡെക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളൊന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യുക, ഡെക്ക് ചൂസ് ചെയ്യുക. വീഡിയോസ് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യുന്ന ഡെക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ റീഡിങ്സിലേക്ക് പോവാം. ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്തിട്ടുള്ളവരുടെ റീഡിങ്സ് ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തത്. ഇറ്റ്സ് ടാരോട്ട് ഓഫ് ദി ഡിവൈൻ ഡെക്കാണിത്. ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ ഒരു റീഡിങ്സ് നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്. ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്തിട്ടുള്ളവരുടെ ഫ്യൂച്ചർ സ്പൗസ് ആരെയാണ് അവർ മാരി ചെയ്യാൻ പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്തിട്ടുള്ളവരുടെ മാരേജ് ചെയ്യാൻ പോകുന്ന ആൾ ആരാണ്? എങ്ങനെയുള്ള മാരേജാണ്? ഓക്കെ, എങ്ങനെയുള്ള മാരേജസ് ആണ് ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്തിട്ടുള്ളവർക്ക് വരാൻ പോകുന്നത്? ദ ലവേഴ്സ്, ദ ചാരിയറ്റ്, Queen of Coins, Five of Swords. Give me one card, only one card. The Hanged Man. Bottom of the deck, Eight of Coins. നിങ്ങളെ മാരി ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി ഒരു പക്ഷേ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം. അതായത് ആൾക്ക് ഒത്തിരിയധികം ഓപ്ഷൻസ് ഉണ്ടാവാം അവരുടെ ലൈഫിൽ. ഓക്കെ, ഒത്തിരിയധികം പ്രപ്പോസൽസ്, മാരേജസ് ഒക്കെ നോക്കിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒത്തിരിയധികം പെട്ടെന്ന് ആളുകൾ ഈ ഒരു വ്യക്തിയിൽ വല്ലാതെ അട്രാക്റ്റ് ആവുന്നുണ്ടാവാം. ബട്ട് ഹി ഓർ ഷീ ഈസ് ലൈക്ക് ആൾക്ക് അവരുടെ ക്യാരക്ടറിനനുസരിച്ചിട്ട് അവർ ചിന്തിക്കുന്നത് അവരെ ചേസ് ചെയ്യുന്ന ആളുകളെ അല്ല, അവർക്ക് ചേസ് ചെയ്യാൻ തോന്നണം. മനസ്സിലായോ? പെട്ടെന്ന് നമ്മൾ പറയത്തില്ലേ സ്പാർക്ക് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? അപ്പം ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും സ്പാർക്കിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഓഫ് കോഴ്സ് നിങ്ങളെ മാരേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആണ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഞാൻ പറയുന്നുള്ളത്. മെയിനായിട്ടും ഇവര് വളരെയധികം സ്പാർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. ഇപ്പം നിങ്ങളാണെങ്കിലും ഈ ഒരു വ്യക്തിയായിട്ട് എനിക്കൊരു ലവ് മാരേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളത്. ഐ തിങ്ക് നിങ്ങളുടെ മൈൻഡിൽ ഓൾറെഡി ഒരു വ്യക്തിയുണ്ട്. ആ ഒരു വ്യക്തിയാണോ മാരേജ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. ഒരു 80% ആളുകൾക്ക് ലവ് മാരേജും ബാക്കിയുള്ള 20% ആളുകൾക്ക് ഇത് അറേഞ്ച് മാരേജുമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ഓൾറെഡി നിങ്ങൾ അവരുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ ഒരു വ്യക്തിയായിട്ട് നോ കോണ്ടാക്റ്റിലാണ്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ്. ഐ തിങ്ക് മേ ബി ഇത് നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർഷിപ്പ്, നിങ്ങൾ ബിസിനസ് ഒരുമിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. ഐ ഡോണ്ട് നോ, എനിക്കിത് സ്പെസിഫിക് മെസ്സേജസ് ആണ്, എല്ലാവർക്കും ഉള്ളതല്ല. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വ്യക്തി അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണ്, നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷനിൽ ഞാൻ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്തതെല്ലാം വെറും യൂസ്ലെസ് ആയിപ്പോയി, പ്രത്യേകിച്ച് കാര്യം ഉണ്ടായില്ല എന്നുള്ളൊരു തോട്ട്സിലാണ് നിങ്ങളിപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്നുള്ളത്. കാരണം ആ ഒരു ഡിപ്രഷൻ ഫേസിൽ അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്ന ഒരു ജെനുവിൻ പാർട്ട്ണറിനെയാണ്. പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ അത്രയധികം ദ്രോഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയധികം പെയിൻസ് തന്നിട്ടുണ്ട്. ഇപ്പോഴും സ്റ്റിൽ നിങ്ങൾ പെയിനിലാണെന്ന് അറിയാനായിട്ട് പോലും ഈ ഒരു വ്യക്തി
ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഇരിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ മെൻറ്റാലിറ്റി അതായിരിക്കാം ഹീ ഡോണ്ട് കെയർ അല്ലെങ്കിൽ ഷീ ഡോണ്ട് കെയർ. അവർക്ക് പ്രത്യേകിച്ച് ഞാൻ പെയിനിലാണോ അല്ലയോ എന്നുള്ളതൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു എനർജിയാണ് നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറേഞ്ച് മാരേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഈ ഒരു റിലേഷൻ നിങ്ങൾ അറേഞ്ച് മാരേജ് എന്നുള്ളൊരു വേയിൽ വന്നിട്ട്, ഇത് ലോങ് ഡിസ്റ്റൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു, വന്നിട്ട് നിങ്ങൾ ഇവരുമായിട്ട് റിലേഷൻഷിപ്പിലാവും. അതായത് നിങ്ങൾ അറേഞ്ച് മാരേജ് എന്നുള്ളൊരു സെറ്റിങ്സിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തിയോട്, നിങ്ങൾക്ക് സാധാരണ അറേഞ്ച് മാരേജിലൊക്കെ ഒരു ഫിയറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ നിങ്ങൾക്ക് ഇവരെ കാണുമ്പോൾ തന്നെ, അല്ല ഈ ഒരു വ്യക്തിക്ക് കാണുമ്പോൾ തന്നെ നിങ്ങളോടൊരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇത് നിങ്ങളുടെ മിക്ക ആളുകളിലും ഇത് സോൾമേറ്റ് ആണ്. നിങ്ങൾ സോൾമേറ്റുമായിട്ടായിരിക്കും, നിങ്ങൾ സോൾമേറ്റിനെ ആയിരിക്കാം ഫാമിലി സെറ്റിങ്സ് വഴി നിങ്ങൾ മാരേജ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു വ്യക്തിക്കും ഫീൽ ചെയ്യുന്നു, വല്ലാത്തൊരു സ്പാർക്ക് നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നുണ്ടാവും. ലൈക്ക് നിങ്ങളെ കാണുന്ന ആ ഒരു ടൈമിൽ തന്നെ ആൾ ചിന്തിക്കുന്നുണ്ടാവും, യെസ് ദിസ് ഈസ് ദി വൺ, എനിക്ക് ഈ ഒരു വ്യക്തിയെ തന്നെയാണ് മാരേജ് ചെയ്യേണ്ടത്, എനിക്ക് ഈ ഒരു വ്യക്തിയാണ് എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരാനുള്ളത്. കാരണം ഞാനെന്നുള്ള ഒരു വ്യക്തിയെ ഡീൽ ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കും എന്നുള്ള ഒരു ഒറ്റ നിങ്ങളുടെ ഒറ്റ തവണ നിങ്ങളെ കാണുമ്പോൾ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരു സോൾ ലെവലിൽ ഒരു ഇൻഡ്യൂഷൻ കിട്ടുന്നുണ്ടാവും. ആ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. വളരെ സ്റ്റേബിൾ പേഴ്സൺ ആണ്. സ്റ്റെബിലിറ്റിയും ലോയാലിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വ്യക്തിക്ക്. ഐ തിങ്ക് ഈ ഒരു വ്യക്തി വളരെയധികം എന്താ പറയുക, ഇവരുടെ ഒരു എനർജീസ് നോക്കുമ്പോൾ ഇവർക്ക് ഐ തിങ്ക് ഇവർക്ക് പ്രസന്റ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇവരുടെ ചൈൽഡ്ഹുഡിലൊക്കെ ഇവർക്ക് ഫൈനാൻഷ്യലി കുറേ അധികം ഇഷ്യൂസ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഒത്തിരി അധികം ഉണ്ടായിട്ടുണ്ടാവാം. ഇവരെന്താണോ ഈ ഒരു ടൈമിൽ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ തന്നെ അത് സെൽഫ് മെയ്ഡ് പേഴ്സൺസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഇവർ തന്നെ ഇവരുടെ ലൈഫിൽ ഇവരുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു കൊട്ടാരമൊക്കെ ഇവർ തന്നെ പടുത്തുയർത്തിയിട്ടുള്ളതാണ്. ഇവരുടെ ലൈഫിൽ ഇന്ന് ഇവർ എന്തായിട്ടിരിക്കുന്നോ അത് ശരിക്കും അവരുടെ ആ ഒരു ഹാർഡ് വർക്കിന്റെ ഫലമായിട്ടാണ് ആ ഒരു വ്യക്തിക്ക് ഇത് വന്നിട്ടുള്ളത്. മനസ്സിലായോ? ആ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. ഹാങ്ഡ് ആണ് പ്രസന്റ് സിറ്റുവേഷനിൽ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി ആണെങ്കിൽ നിങ്ങൾ ഹാങ്ഡ് ആണ് ശരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാസ്റ്റ് റിലേഷൻ ഉണ്ടായിരിക്കാം. ആ ഒരു റിലേഷനെ പറ്റിയിട്ട് ഫോർ സം ഓഫ് യു വളരെ റെയർ ആയിട്ടുള്ള കേസുകളാണ്. ഈ ഒരു വ്യക്തി നിങ്ങളെ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് പഴയ ഒരു റിലേഷൻഷിപ്പിന്റെ ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതത്ര വലിയ സുഖകരമാകാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ പ്രൊപ്പോസൽസ് അക്സെപ്റ്റ് ചെയ്യാനായിട്ടോ ഒരു വ്യക്തിയെ സ്നേഹിക്കാനായിട്ടോ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല. വളരെ കുറച്ച് കേസസിന്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ ഇത് ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ്, പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ, പ്ലീസ് ഗൈഡ് മീ ഏഞ്ചൽസ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ക്യാരക്ടർ എന്താണ്? What is their character? A magician. One minute. I think I should do more cards. Because ഇവിടെ ഫസ്റ്റ് കാർഡ് ജസ്റ്റിസ് ആണ് വന്നത്. കഴിഞ്ഞ് തേർഡ് വൺ കാർഡ് ഞാൻ അത് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിരുന്നപ്പോൾ വീണ്ടും ജഡ്ജ്മെന്റ് വന്നു. ഐ തിങ്ക് ഈ ഒരു വ്യക്തി വളരെയധികം ലോയൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് വളരെയധികം ജസ്റ്റിസ് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഈ ഒരു വ്യക്തിക്ക് ജസ്റ്റിസിനോട് വളരെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ജസ്റ്റിസ് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ. ഫെയർ ആയിട്ടുള്ള ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ജസ്റ്റിസിന് വേണ്ടിയിട്ട് സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം നിങ്ങളാണെങ്കിലും ഇവരുടെ അടുത്ത് റിലേഷൻഷിപ്പിൽ ചെല്ലുന്ന ടൈമിൽ അല്ലെങ്കിൽ നിങ്ങൾ മാരേജ് ചെയ്താലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ ജെന്യുവിൻ ആയിരിക്കണം. നിങ്ങളും ഈ ഒരു വ്യക്തിയെ പോലെ ഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കണം. നിങ്ങളും ജസ്റ്റിസ് എന്നുള്ളൊരു എനർജിയിൽ നിൽക്കണം എന്ന് ഈ ഒരു വ്യക്തിക്ക് വളരെയധികം വളരെയധികം അവർക്കത് നിർബന്ധമാണ്. ഓക്കെ, അവർക്കത് നിർബന്ധമാണ്. എനിക്ക് ആ ഒരു എനർജീസ് ആണ് എൻ്റെ സെൻസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു വ്യക്തിയുടെ. ഐ തിങ്ക് നിങ്ങൾ ഇതിനു മുമ്പ് അങ്ങനെ ഒരു നിങ്ങൾ ഇവരെ പറ്റിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ഇവരുടെ അടുത്ത് ലോയൽ ആയിട്ട് ഇരിക്കുക, നിങ്ങൾ ഇവരെ ചീറ്റ് ചെയ്യുക എന്നുള്ളൊരു എനർജീസ് ഒക്കെയാണ് നിങ്ങളുടെ മൈൻഡിൽ. അങ്ങനത്തെ ഒരു തോട്ട്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടൈമിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ ഇവർ ഒന്നും ആലോചിക്കുന്നുണ്ടാവില്ല. അതായത് ഇവർ ശരി എന്താണോ ആ ഒരു ടൈമിൽ അത് ചെയ്യുന്നുണ്ടാവും വിത്തൗട്ട് എനി ഡൗട്ട്. അതായത് ഒരു ഡൗട്ടും കൂടാതെ വീണ്ടും ഇവർ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് ലോയലാണ്. പക്ഷെ നിങ്ങൾ ഇവരുടെ അടുത്ത് ലോയലായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളൊരു തോട്ട്സ് ഈ ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇവരെ ചീറ്റ് ചെയ്യുകയാണെന്നുള്ളൊരു തോട്ട്സ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷനെ കട്ട് ഓഫ് ചെയ്യും. നിങ്ങളെ ഫ്രീ ആക്കി വിടുന്നുണ്ടാവും ഈ ഒരു കണക്ഷനിൽ നിന്ന്. ബിക്കോസ് നിനക്കതാണ് താല്പര്യമെങ്കിൽ നിന്നെ ഞാൻ നിൻ്റേതായിട്ടുള്ള ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നിന്നെ ഞാൻ ഫ്രീ ആക്കി വിടുകയാണ്.
ആ ഒരു എനർജി ലൈക്ക് ഈ ഒരു വ്യക്തി അങ്ങനെ എല്ലാ ഫൂളിഷ്നെസ്സും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ചില ആളുകളുണ്ടല്ലോ അവർക്ക് റബിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക അവർ ചീറ്റ് ചെയ്യപ്പെടുകയാണെന്നുള്ള ഒരു തോട്ട്സിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവില്ല, വളരെ റെയറാണ് അങ്ങനെ. പക്ഷെ നിൽക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷെ ഈ ഒരു വ്യക്തി ഒരിക്കലും ഇൻജസ്റ്റിസ് അല്ലെങ്കിൽ ചീറ്റ് ചെയ്യുക എന്നുള്ളൊരു എനർജിയിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ രീതിക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ടോളറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. കാരണം ജസ്റ്റിസ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വ്യക്തിക്ക്. ന്യായത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. ഇൻ കേസ് നിങ്ങളും ഫാമിലി ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഫാമിലിയിൽ നിങ്ങളുമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി എന്താ ചെയ്യുക, ഇവർ ജസ്റ്റിസ് ആയിട്ടുള്ള ഭാഗത്തായിരിക്കും നിൽക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ടാവും. ഈവൻ അവരുടെ ഫാമിലിയുടെ ഭാഗത്താണ് ശരിയെങ്കിൽ അവരുടെ ഫാമിലിയുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ടാവും. ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഈ ഒരു വ്യക്തിയിൽ ഫീൽ ചെയ്യുന്നുള്ളത്. ഐ തിങ്ക് ഈ ഒരു വ്യക്തി ഇൻട്രോവേർട്ട് ആണ്. ബിക്കോസ് എനിക്ക് ത്രോട്ട് ചക്രയിൽ വളരെയധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും, എനിക്ക് പ്രോപ്പറായിട്ട് എനർജീസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ത്രോട്ട് ചക്രയിൽ ബ്ലോക്കേജസ്, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവർ. നിങ്ങളുടെ അടുത്ത് നിങ്ങളുമായിട്ട് റിലേഷൻ അല്ലെങ്കിൽ മാരേജ് ഒക്കെ ആണെങ്കിൽ പോലും കുറച്ച് സമയം പിടിക്കും ഒരു വ്യക്തിക്ക് ഓപ്പൺ അപ്പ് ആയിട്ട് വരാനായിട്ട്. ഓഫ് കോഴ്സ് നിങ്ങളോട് സോൾ ലെവൽ കണക്ഷൻ ഉണ്ട്, നിങ്ങളോട് ലോയൽ ആയിരിക്കും. പക്ഷെ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഇവരുടെ മനസ്സിലുള്ള ഒരു രഹസ്യങ്ങളെ നിങ്ങളോട് പെട്ടെന്നൊന്നും ഓപ്പൺ അപ്പ് ആയിട്ട് തുറന്ന് പറയുന്നുണ്ടാവില്ല. സീക്രട്ടീവ് നേച്ചറാണ് ഈ ഒരു വ്യക്തിയുടെ. അറ്റ് ദ സെയിം ടൈം തന്നെ ഈ ഒരു വ്യക്തി വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, ഒരിക്കലും അവർക്ക് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സോ ലോ ഓഫ് അട്രാക്ഷനോ ഒന്നും തന്നെ അറിയുന്നുണ്ടാവില്ല. പക്ഷേ ഈ ഒരു വ്യക്തി ഹി ഓർ ഷീ ഈസ് എ ഗ്രേറ്റ് മാനിഫെസ്റ്റർ. മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ്. ലൈക്ക് ഇവരുടെ ലൈഫിൽ ഇവരിന്നായിട്ടുള്ള മിക്ക കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇവർ പറയുന്നുണ്ടാവും, ഞാൻ പണ്ട് ഇതുപോലെ ഒരു കാര്യം ആലോചിച്ചു, ഫ്യൂച്ചറിൽ എനിക്കിത് ഡ്രീമായിരുന്നു, അല്ലെങ്കിൽ എനിക്കിതൊരു ഗോളായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എനിക്ക് ആ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റി, അത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തെടുത്താണ് എന്ന് ഈ ഒരു വ്യക്തി പറയുന്നുണ്ടാവും. ലൈക്ക് ഇവർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ട് ഇങ്ങനെയുള്ള സ്പിരിച്വൽ കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ ഒരു വ്യക്തിക്ക് വല്ലാത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവാം. അതല്ലെങ്കിൽ പോലും ഇവർ മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. ഇവൻ ഈ ഒരു വ്യക്തി ട്രൈ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇവർ ബിലീവ് ചെയ്യുന്നുണ്ട് ശരിക്കും ഇങ്ങനെയുള്ള ലോ ഓഫ് അട്രാക്ഷൻസ് ഒക്കെ വർക്കൗട്ട് ആവുന്നതാണ്, ഇത് ശരിക്കും ഉണ്ട് എന്നുള്ള രീതിക്ക് നിങ്ങളോട് എഗ്രി ചെയ്യുന്നുണ്ടാവും. സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന്. ഇവർ ഏത് റിലീജിയനിലാണോ ട്രസ്റ്റ് ചെയ്യുന്നത് ആ ഒരു റിലീജിയൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഐ തിങ്ക് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, എന്നാലും ബ്ലൈൻഡ്ലി ഇവർ ഫോളോ ചെയ്യുന്നില്ല ആ ഒരു റിലീജിയനെ. പക്ഷെ ഇവർ ട്രഡീഷണലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഐ തിങ്ക് ഈ ഒരു വ്യക്തി ലോയർ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഫീൽഡിലായിരിക്കാം ഈ ഒരു വ്യക്തി വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളില്ലേ, സോ അങ്ങനെ ആയിരിക്കാം. വാട്ടർ ബോഡീസിൽ എന്തെങ്കിലും ജോലി ആയിരിക്കാം, ഷിപ്പിൽ അങ്ങനെയൊക്കെ പോകുന്നുണ്ടല്ലോ, അതാവാൻ ചാൻസസ് ഉണ്ട്. എനിക്കത് കറക്റ്റ് എന്താണെന്ന് കിട്ടുന്നില്ല. എഗെയിൻ ഐ തിങ്ക് നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് താമസിക്കുന്നിടത്ത് വാട്ടർ ബോഡീസ് ഉണ്ടാവാം. ഐ തിങ്ക് ലേക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ സീ തന്നെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ആ ഒരു എനർജീസും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം വാട്ടർ ബോഡീസിൻ്റെ എനർജീസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് ഈ ഒരു വ്യക്തി ഏരീസ്, ലിയോ, സജിറ്റേറിയസ് ആവാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി സ്ട്രോങ്ലി നമുക്ക് വാട്ടർ സൈൻ ആണെന്ന് പറയാൻ പറ്റും. ഇവിടെ ഓൾ സൈൻസ് അവൈലബിൾ ആണ്. ബിക്കോസ് ഇവിടെ മെജിഷ്യൻ്റെ കാർഡാണ് വന്നിട്ടുള്ളത്. മെജിഷ്യൻ എല്ലാം മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവും. ഓക്കെ, ഐ തിങ്ക് ഈ ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇവർ വളരെ ട്രിക്സ്റ്റർ മീൻസ് വാട്ട്, ഇവർക്ക് ഇപ്പം ഇവരുടെ ഫേവറിലല്ലാത്തൊരു സിറ്റുവേഷൻസ് വന്നാൽ പോലും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് കറക്റ്റ് അറിയുന്നുണ്ടാവും. ലൈക്ക് നിങ്ങളൊരു സ്റ്റാൻഡിൽ നിൽക്കുകയാണ്, പക്ഷെ ആ ഒരു സ്റ്റാൻഡിനെ എങ്ങനെ തിരിച്ച് ഇവരുടെ ഫേവറിൽ കൊണ്ടുവരാൻ പറ്റും എന്ന് ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളെ മാത്രമല്ല, ഇവർക്ക് പോസിബിൾ അല്ലാത്തൊരു ഇവർ ട്രസ്റ്റ് ചെയ്യുന്നത് എനിക്കെല്ലാം പോസിബിൾ ആണ്. ബിക്കോസ് ഇവർ അത്രയും സ്മാർട്ടാണ്, അത്രയും എന്താ പറയുക ബ്രേവ് ആണ്. അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള വാക്ക് സാമർത്ഥ്യത്തിൽ വളരെയധികം കോൺഫിഡൻസ് ഉണ്ട്. യെസ്, എനിക്ക് ഈ ഒരു സിറ്റുവേഷനെ ടേൺ ചെയ്ത് എൻ്റെ ഫേവറിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റും. എത്ര വലിയ ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻസ് ആണെങ്കിലും ഇതിനെ ഡീൽ ചെയ്യാൻ എനിക്ക് പറ്റും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് എന്നല്ലാതെ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് ആണ്. അതായത് ഈ ഒരു വ്യക്തിക്ക് ഇവരിൽ തന്നെ വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ്. യെസ്, ഇവരെപ്പോഴും വളരെയധികം മൾട്ടി ടാസ്കറാണ്, വളരെയധികം ഗോൾ ഓറിയൻറ്റഡ് ആണ്, ഒരു റിസ്ക് ടേക്കറാണ് ഈ ഒരു വ്യക്തി. ലൈക്ക് ഇവർക്ക് എന്ത് റിസ്ക്കും എടുക്കാൻ പറ്റുമെന്നുള്ളൊരു തോട്ട്സ് ഉണ്ട്. അതെ, റിസ്ക് എടുക്കുക മാത്രമല്ല അതിൽ സക്സസ് ആവുകയും ചെയ്യും. ഓഫ് കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് ഫെയിലിയർ ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല. ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി ഒരിക്കൽ പോലും അതിനത്ര ഞാൻ ഫെയിലിയർ ആയല്ലോ എന്നുള്ള തോട്ട്സിൽ ഡിപ്രഷനിൽ ഇരിക്കാറില്ല. വീണ്ടും അവർ ട്രൈ ചെയ്യുന്നുണ്ടാവും, ട്രൈ ചെയ്ത് അതിനെ അച്ചീവ് ചെയ്യുന്നുണ്ടാവും.
ഓക്കെ, അങ്ങനത്തെ എനർജീസ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഇവിടെ ഡീൽ ചെയ്യുന്നുള്ളത്. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. സോ നിങ്ങൾ ഫസ്റ്റിലെ തന്നെ ശ്രദ്ധിക്കുക, അവർ ചീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ലോയലായിട്ടിരിക്കുക. അവരും ഓഫ് കോഴ്സ് അവർ ലോയലാണ്. ഇവർക്ക് ഓൾറെഡി നേരത്തെ കുറേയധികം ഒരു പ്ലെയർ ടൈപ്പ് എനർജിയിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇവർ ഒത്തിരി അധികം ഓപ്ഷൻസ് ഇവർക്ക് ഉണ്ടായിരിക്കാം. ഇവർ ഫ്ലേർട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടാവാം, ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ നിങ്ങളെ ആഫ്റ്റർ മാരേജിന് ശേഷം ഇവർ കംപ്ലീറ്റ് നിങ്ങളുമായിട്ടുള്ള ഒരു സോൾ കണക്ഷൻ, ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ മൂന്നാമതൊരു വ്യക്തി നിങ്ങളുടെ ഇടയിൽ വരുന്നുണ്ടാവില്ല. മാരേജിന് മുമ്പ് അതൊക്കെ ഉണ്ടാവാം, പക്ഷെ ആഫ്റ്റർ മാരേജ് ഇതൊരിക്കലും ഈ ഒരു വ്യക്തി ആ ഒരു എനർജിയിലേക്ക് നിൽക്കുന്നുണ്ടാവില്ല. ഫോർ സം ഓഫ് യു, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ റിലേഷനിൽ ഈ ഒരു ടൈമിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, ആൾക്ക് വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടാവാം. പക്ഷെ എത്രയൊക്കെ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഇവർ നിങ്ങളെയാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ റീഡിങ്സിലെ ഫ്യൂച്ചർ സ്പോക്സിന്റെ എനർജിയിൽ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് വന്നിട്ടുള്ളത്. ഓഫ് കോഴ്സ് ആ ഒരു പ്രശ്നങ്ങൾ, ആ ഒരു ഓബ്സ്റ്റക്കിൾസ്, ആ ഒരു ചലഞ്ചസ്, നിങ്ങളുടെ ഇടയിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അത് പോകുന്നുണ്ടാവും. ജഡ്ജ്മെന്റ് നിങ്ങളുടെ ഫേവറിൽ വരുന്നുണ്ടാവും. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, യെസ്. ഇവർ നിങ്ങളെ മാരേജ് ചെയ്തതിന് ശേഷം, ഇവർ നിങ്ങളുമായിട്ട് അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ കണക്റ്റഡ് ആയതിനു ശേഷം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവർ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഐ തിങ്ക് റീസെൻ്റ് ആയിട്ട് നിങ്ങൾ തമ്മിലുള്ള വഴക്കിനുള്ള റീസണും ഇവരുടെ ഓവർ പോസിറ്റീവ്നെസ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ഉറപ്പായിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിരിക്കാം. ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പോസിറ്റീവ്നെസ് കൂടിയിട്ട് നിങ്ങളെ ഭയങ്കരമായിട്ടും വെളിയിലിറങ്ങാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വേറെ ആരെയും സമ്മതിക്കത്തില്ല എന്നുള്ളൊരു എനർജി അല്ല. അവർ പോസിറ്റീവ് ആണ്, പക്ഷേ ഇവർ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ടോക്സിക് വേയിലല്ല. മനസ്സിലായോ? അതായത് ഇവർക്ക് ദേഷ്യപ്പെട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യണം എന്നുള്ള സ്ഥാനത്ത് ഇവർ ക്യൂൻ ഓഫ് സോഴ്സ് ആവും, ഇവർ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. അതർവൈസ് അല്ലാതെ ഇവർക്കൊരു ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് അല്ലെങ്കിൽ കിങ് ഓഫ് പെൻഡക്കിൾസ് ആയിട്ട് ഹസ്ബൻഡ് എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കേണ്ട ഒരു എനർജി ആണെങ്കിൽ അവർ അങ്ങനെ നിൽക്കുന്നുണ്ടാവും. ആ ഒരു മദർലി എനർജിയിൽ നിൽക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ആ ഒരു ഫെമിനൻ എനർജികളിൽ ഇവർക്ക് ശരിക്കും സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ അറിയാം. മസ്കുലിൻ എനർജിയിൽ നിൽക്കേണ്ടടുത്ത് മസ്കുലിൻ എനർജിയിലും ഫെമിനൻ എനർജിയിൽ നിൽക്കേണ്ടടുത്ത് ഫെമിനൻ എനർജിയിലും നിൽക്കാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഫസ്റ്റ്ലി നിങ്ങൾക്ക് കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിലും പ്രസന്റിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഇയാൾ വളരെ റൂഡാണ്, ഇത് സ്നേഹവും ഇല്ല, വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഇവരുമായിട്ട് കുറേ ക്ലോസ് ആയിട്ട് നിങ്ങൾ ഇവരെ അറിയുന്ന ടൈമിൽ, ഒരു കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ആവുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യും, യെസ് ദിസ് പേഴ്സൺ ഈസ് നോട്ട് എ ക്യൂൺ ഓഫ് സോഴ്സ്, അല്ലെങ്കിൽ ഒരു കിങ് ഓഫ് സോഴ്സ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ശരിക്കും ഒരു ക്യൂൺ ഓഫ് കോയിൻസ് ആണ്. ഓക്കെ, ആ ഒരു എനർജീസ് നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴാണെങ്കിലും നിങ്ങൾ റിലേഷനിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ഇതായിരിക്കും നിങ്ങളുടെ മൈൻഡിലുള്ളത്. പക്ഷെ ഇത് മാറും. നിങ്ങൾക്ക് ഫസ്റ്റ്ലി ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവർ ശരിക്കും വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മെച്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യും ഇയാൾ ഭയങ്കര റൂഡാണല്ലോ, ഇയാളോട്ടൊക്കെ ഒരു ലൈഫ് ടൈം ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു തോട്ട്സ് നിങ്ങൾക്ക് ഫസ്റ്റ് തോന്നുമെങ്കിലും നിങ്ങൾ ഇവരുമായിട്ട് അടുത്ത് കഴിയുമ്പോൾ ഇവർ ശരിക്കും ഇവരുടെ ആ ഒരു ഇന്നർ ചൈൽഡ് എനർജീസ്, അല്ലെങ്കിൽ ഒരു ചൈൽഡ് ലൈക്ക് ബിഹേവിയർ ആയിരിക്കും നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ടാവുക. അവരുടെ ആ ഒരു യഥാർത്ഥ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഒരു പാർട്ട്ണറിന് കൊടുക്കാൻ വെച്ചിട്ടുള്ള ഒരു കെയർ, ലവ് അവർ നിങ്ങൾക്ക് തരുന്നുണ്ടാവും. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ശരിക്കും ഇവരുടെ പ്രപ്പോസൽസ് നിങ്ങൾക്ക് വരുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒത്തിരിയധികം തോട്ട്സുകൾ നിങ്ങളുടെ മൈൻഡിൽ പോയിട്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം എന്നുള്ളൊരു തോട്ട്സ് വരുന്നുണ്ടാവും. അതായത് ഈ ഒരു വ്യക്തി ഇങ്ങനെ റൂഡായിട്ടിരിക്കുന്നുള്ളൂ, ഇനിയിപ്പോൾ എന്താവും, ഞാൻ ഇയാളെ എങ്ങനെ മാരേജ് ചെയ്യും, അങ്ങനെ നൂറുകണക്കിന് തോട്ട്സുകൾ നിങ്ങളുടെ മൈൻഡിൽ വരുന്നുണ്ടെങ്കിലും അറ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ ഫൈനൽ എനർജിയിൽ നിങ്ങൾക്ക് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഡേറ്റിംഗ് ഫേസിൽ നിങ്ങൾക്ക് മനസ്സിലാവും ദിസ് പേഴ്സൺ ഈസ് അത്രയും റൂഡല്ല എന്നുള്ളൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, യെസ്. ലെറ്റ്സ് ചെക്ക് നിങ്ങളുടെ മാരേജ് ലൈഫ് ഇനിയിപ്പോൾ എങ്ങനെ ഉണ്ടാവും, എങ്ങനെയായിരിക്കും നിങ്ങളുടെ മാരേജ് ലൈഫ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ഒരു വ്യക്തിയായിട്ടുള്ളത് ലെറ്റ്സ് ചെക്ക്. ഈ ഒരു വ്യക്തിയായിട്ടുള്ള മാരേജ് ലൈഫ് എങ്ങനെയായിരിക്കും എൻ്റെ വ്യൂവേഴ്സിൻ്റെ? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ഈ ഒരു വ്യക്തിയായിട്ടുള്ള മാരേജ് ലൈഫ് എങ്ങനെയായിരിക്കും എൻ്റെ വ്യൂവേഴ്സിൻ്റെ? Give me 2 cards, only 2 cards. Okay. See, I think നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിയായിട്ട് നിങ്ങൾക്ക്
കുറച്ച് റിലീജിയസ് ഇഷ്യൂസ് ഉണ്ടാവാം. തുടക്കത്തിൽ നിങ്ങൾക്ക് കുറച്ച് ബാലൻസ് ചെയ്യും, ഇവരുടെ ഫാമിലി ആയിട്ടൊക്കെ പൊരുത്തപ്പെട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ടാവും. നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവും ലിറ്ററലി എൻ്റെ ലൈഫ് എന്തായാ തീർന്നത്, ഞാൻ ഇയാളെ മാരേജ് ചെയ്തു അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു എന്നുള്ളത് ഓക്കെയാണ്, പക്ഷേ എങ്കിൽ ഞാൻ ഇവരുടെ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഇവരുടെ ട്രഡീഷനും ഒക്കെ ആയിട്ട് വളരെ ട്രഡീഷണൽ ഫാമിലിയാണ്, അവരുടെ കൾച്ചർ മേ ബി ഡിഫറെൻ്റ് ആയിരിക്കാം. ഐ തിങ്ക് നിങ്ങൾ ക്രിസ്ത്യൻ ആയിരിക്കാം, അവർ ഹിന്ദു ആയിരിക്കാം, അങ്ങനെ റിലീജിയസ് ഫാക്ടേഴ്സ് ഇഷ്യൂസ് ആയിട്ട് വരുന്നുണ്ടാവും. ഫാമിലിയിലുള്ള ഓരോ കാര്യങ്ങൾക്കും റിച്വൽസും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു എനർജീസ് അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ റിലീജിയൻ അല്ലാത്തൊരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് ഫാമിലിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടെടുക്കും, കുറച്ച് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും ബാലൻസ് ആവാൻ. ബാക്കി ഈ ഒരു വ്യക്തിയായിട്ട് കണക്ട് ആവുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നന്നായിട്ടുള്ളൊരു കണക്ഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഇവരുമായിട്ട് ഡീൽ ചെയ്യുന്നതിന് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഈ ഒരു വ്യക്തി എല്ലാ കാര്യത്തിനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഫാമിലിയിലാണെങ്കിലും ശരി, ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്താണെങ്കിലും നിങ്ങൾ ഇടപെടാൻ വേണ്ടിയിട്ട്, നിങ്ങൾ അവരുമായിട്ട് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ ഒത്തിരിയധികം ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും നിങ്ങളെ. ഓക്കെ, ഐ തിങ്ക് ദിസ് പേഴ്സൺ ഈസ് എ ആക്ഷൻ ഓറിയൻറ്റഡ്. ഓക്കെ, ആക്ഷൻ ഓറിയൻറ്റഡ് പേഴ്സൺ ആണ്. ഓഫ് കോഴ്സ് ഇവരൊരിക്കലും മാരേജ് ചെയ്താലും നിങ്ങളെയോ അല്ലെങ്കിൽ ഈ ഒരു ഫാമിലിനെയോ അല്ല ഫാമിലിയെ പൊക്കി പറയോ അല്ലെങ്കിൽ നിങ്ങളെ പൊക്കി അങ്ങനത്തെ ഒരു എനർജികൾ നിൽക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഫാമിലിയുടെ ഇടയിലും നിങ്ങളുടെ റിലേഷൻഷിപ്പും രണ്ടിലും ബാലൻസ് ചെയ്തുകൊണ്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, വളരെയധികം പീസ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവരുടെ ഉള്ളിൽ ഒത്തിരിയധികം പേഷ്യൻസ് ഉണ്ട്, ക്ഷമയുണ്ട്, ഒത്തിരിയധികം ക്ഷമിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഓഫ് കോഴ്സ് നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്താലും എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ചീറ്റിംഗ് ലോയാലിറ്റി അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാന്നുള്ളതല്ല, അല്ലാതെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരികയാണെങ്കിൽ ഒരു ഫോർഗീവ് ചെയ്യുന്നുണ്ടാവും. മാക്സിമം ബാലൻസ് ചെയ്യാൻ ഈ ഒരു വ്യക്തി ഒരിക്കലും റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടല്ല ചിന്തിക്കുന്നത്, റിലേഷൻഷിപ്പിനെ എങ്ങനെ കീപ്പ് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. എങ്ങനെ ബാലൻസിൽ റിലേഷൻഷിപ്പ് ഇല്ലാതാവാതെ കീപ്പ് ചെയ്തുകൊണ്ട് എല്ലാത്തിനും ഒരുപോലെ ബാലൻസ്ഡ് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ ബ്രോക്കൺ മാരേജസ് അല്ലെങ്കിൽ ഫാമിലി ബ്രേക്ക് ചെയ്യുക, ഡിവോഴ്സിലേക്ക് പോവുക, അങ്ങനത്തെ ഒരു എനർജിയിലേക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. തൊടുന്നതിനും പിടിക്കുന്നതിനും ഒന്നും പ്രശ്നങ്ങളുണ്ടാവോ, ഡിവോഴ്സ് ചെയ്യുമോ ഒന്നും അങ്ങനത്തെ ഒരു എനർജിയിലുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. മാക്സിമം ഇവർ നിങ്ങളെ സപ്പോർട്ടീവ് ആയിരിക്കും, മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് എപ്പോഴും ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ, അവർക്കും ആ ഒരു സോൾ കണക്ഷൻ, ആ ഒരു സ്പാർക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടാവും നിങ്ങളോട്. ഫാമിലിയൊക്കെ ആണെങ്കിലും ശരി, നിങ്ങളൊന്ന് അവരുമായിട്ട് അടുത്ത് കഴിഞ്ഞ് ബാലൻസ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഇതൊരു 10 ഓഫ് കപ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ഒരു മാരേജ് ലൈഫായിരിക്കും ഈ ഒരു വ്യക്തിയായിട്ട് വരാനേ പോകുന്നുള്ളത്. ഓക്കെ, യെസ്, ഐ തിങ്ക് സംതിങ് ഈസ് റിലേറ്റഡ് ടു ബിസിനസ് പേഴ്സൺ ആയിരിക്കാം, ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം, അവരുമായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്തത്. നിങ്ങളുടെ ബോസ് ആയിരിക്കാം നിങ്ങൾ മാരേജ് ചെയ്യാൻ പോകുന്നുള്ളത്. ഫൈനാൻസ് റിലേറ്റഡ് അക്കൗണ്ട് സെക്ഷൻസ് വല്ല ആവാനായിട്ടുള്ള ചാൻസ്, ലോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ജോബ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ സംതിങ് ഈസ് റിലേറ്റഡ് ടു ട്രാവൽ. ആഫ്റ്റർ മാരേജ് നിങ്ങൾ ഒത്തിരി അധികം ട്രാവൽ ചെയ്യുന്നുണ്ടാവും. ബിക്കോസ് ഈ ഒരു വ്യക്തിക്ക് ട്രാവൽ ചെയ്യാൻ ഒത്തിരി അധികം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാരേജ് ചെയ്യുന്ന പാർട്ട്ണറിനെ കൊണ്ട് ഞാൻ ഒത്തിരി അധികം ട്രാവൽ ചെയ്യും എന്നുള്ളൊരു തോട്ട്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു ഡ്രീംസും കാര്യങ്ങളും ഒക്കെ നിങ്ങളോട് പറയുന്നുണ്ടാവും, നിങ്ങളെ ട്രാവൽ ചെയ്യിക്കുന്നുണ്ടാവും, നിങ്ങളെ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ട് കാണിക്കുന്നൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾ ഒത്തിരി അധികം ട്രാവൽ ഒരുമിച്ച് ചെയ്യുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങൾ ഫാമിലിയിലേക്ക് പോകാനാണെങ്കിലും കുറച്ച് സമയം എടുക്കുന്നുണ്ടാവും. ലോങ് ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞില്ലേ, കുറച്ച് ട്രാവലിങ്ങിൻ്റെ ടൈം എടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനായിട്ട്. അല്ലെങ്കിൽ വാട്ടർ ബോഡീസ് മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ മാരേജ് ചെയ്യുന്ന വാട്ടർ ബോഡീസ് നിങ്ങളുടെ സിറ്റി അവരുടെ സിറ്റി എന്തോ വാട്ടെവർ വാട്ടർ ബോഡീസ് ഇവിടെ മേജർ റോൾസ് വഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സം ഓഫ് യു എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരുടെയും ക്യാരക്ടറും വൈബ്സ് ഒക്കെ ഒരുപോലെ ആവാൻ ചാൻസസ് ഉണ്ട്. നിങ്ങൾ കുറച്ച് അറിഞ്ഞു വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ലൈക്ക് ദിസ് ഈസ് സോൾമേറ്റ് കണക്ഷൻ അല്ലെങ്കിൽ ദിസ് ഈസ് ട്വിൻ ഫ്ലെയിം കണക്ഷൻസ്. ഫൈനലി നിങ്ങൾ ഇവരെ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഈ ഒരു വ്യക്തി ഒരിക്കലും ഞങ്ങൾ രണ്ടുപേരും രണ്ടല്ല, ഞങ്ങൾ ഒന്നാണെന്നുള്ളൊരു തോട്ട്സിലേക്ക് നിങ്ങൾ വരുന്നുണ്ടാവും. ഓക്കെ, സോ ഒരു എനർജീസ് ആണ് എനിക്ക് ഈ ഒരു റീഡിങ്സിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്സ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് ഫീച്ചേഴ്സ് പവേഴ്സ് റീഡിങ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ ചെയ്യാം. ഇത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു റീഡിങ്സ് ആയിരുന്നു കേട്ടോ. താങ്ക് യു. നിങ്ങളിപ്പോൾ ഈ ഒരു സെക്കൻഡ് പായലാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ റീഡിങ്സ് ആണിത്. സോ ഈ ഒരു പായൽസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എങ്ങനെയുള്ളതാണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. പയൽ 2 ചൂസ് ചെയ്തിട്ടുള്ള പേഴ്സൺസിൻ്റെ ഫ്യൂച്ചർ സ്പൗസ് എങ്ങനെയുള്ള ആളായിരിക്കാം, എങ്ങനെയുള്ള ഒരാളുമായിട്ടാണ് ഇവർ മാരേജ് ചെയ്യാൻ പോകുന്നത്. ഇത് ലവ് മാരേജ് ആണോ അതോ അറേഞ്ച് മാരേജ് ആണോ?
Please guide me. Okay, understand. Thank you so much. Queen of Pentacles, Seven of Cups, Knight of Cups, and here is the Eight of Cups. Give me one card. The Hanged Man. Give me one card only. Okay, thank you so much. The Hierophant. See, പ്രസന്റ് സിറ്റുവേഷൻ നിങ്ങളുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സംതിങ് എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ അത് അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു അൺഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആവാം, അല്ലെങ്കിൽ അൺഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ജോബ് ആവാം, കരിയർ പാത്ത് ആവാം, അല്ലെങ്കിൽ ഹോം ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോജക്റ്റ് ആവാം. ബിക്കോസ് അത് നിങ്ങൾക്ക് ഒത്തിരിയധികം പെയിൻസ് തന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ. അതുകൊണ്ട് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ നിന്ന് വളരെയധികം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം, ഈവൻ അത് റിലേഷൻ വാട്ട് എവർ, എന്ത് സിറ്റുവേഷൻസ് എന്ത് കാര്യമാണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾ ഈ ഒരു ടൈമിൽ സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പെയിനിലിരിക്കുന്ന ഒരു ടൈമിലാണ് നിങ്ങൾ റീഡിങ്സ് കാണുന്നുള്ളത്. ഐ തിങ്ക് ഫോർ സം ഓഫ് യു, എനിക്ക് ഫസ്റ്റിലെ കാർഡ്, ഈ 2 കാർഡ്സ് ഷഫിൾ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു കാര്യം, എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒത്തിരിയധികം പ്രപ്പോസൽസ് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രപ്പോസൽസ് നിങ്ങളൊരു ഫീമെയിൽ ആയിരിക്കാം, ഒരു പക്ഷേ നിങ്ങൾക്ക് ഒത്തിരിയധികം പ്രപ്പോസൽസ് നിങ്ങൾ നോക്കി, പക്ഷെ നിങ്ങൾക്ക് ഒരു പ്രപ്പോസൽസ് പോലും ഓക്കെ ആവുന്നില്ല, നിങ്ങളുടെ മാരേജ് നടക്കുന്നില്ല, ഒത്തിരിയധികം ഒബ്സ്റ്റക്കിൾസും ചാലഞ്ചസും ആണുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ഡൗൺ ആണ്. ഞാൻ ശരിക്കും ലൈഫിൽ ഒരു ഫ്യൂച്ചർ സ്പൗസ് ഡിസേർവ് ചെയ്യുന്നില്ലേ, ഒരു ഡെസ്റ്റൈൻഡ് പാർട്ട്ണറെ ഡിസേർവ് ചെയ്യുന്നില്ലേ, ശരിക്കും എന്താ പറയുക, ഞാൻ ലവ് ഡിസേർവ് ചെയ്യുന്നില്ലേ, ഞാൻ സ്നേഹം ഡിസേർവ് ചെയ്യുന്നില്ലേ, ഒരു ഫാമിലി ലൈഫ്, ഒരു സ്റ്റെബിലിറ്റി, ഞാനൊരു സോളിഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഡിസേർവ് ചെയ്യുന്നില്ലേ ഒരു കാര്യത്തിലും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലിരിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കാം നിങ്ങൾ ഇരിക്കുന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്ന ആളുകളും ഉണ്ടാവും, ഡസൻ മാറ്റർ മെയിൽ. പക്ഷെ എനിക്ക് ഫീമെയിൽ എനർജീസ് ആണ് ഏറ്റവും കൂടുതലൂടെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു ഫീമെയിലിൻ്റെ എനർജീസ്, ഇത് സ്പെസിഫിക് മെസ്സേജസും ആകാം, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ആളുകളും ഉണ്ടാവാം, മെയിലും ഫീമെയിലും ഒക്കെ, ഹൂവെവർ. ഓക്കെ, ഒത്തിരിയധികം ഓപ്ഷൻസ് നിങ്ങൾ സ്റ്റിൽ ഒത്തിരിയധികം പ്രൊപ്പോസൽസ് നിങ്ങൾ മാട്രിമോണിയൽസ് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബ്രോക്കർ വഴികൾ നോക്കുന്നുണ്ടാവും, നിങ്ങളുടെ ഫാമിലി ടു ഫാമിലിയിൽ ഒത്തിരിയധികം പ്രൊപ്പോസൽസ് വരുന്നുണ്ട്, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. ഐ തിങ്ക് അത് മേ ബി എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഫൈനാൻസ് റിലേറ്റഡ്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻസസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ റിലീജിയൻ, അല്ലെങ്കിൽ നിങ്ങൾ കാസ്റ്റ്, അല്ലെങ്കിൽ കാസ്റ്റ് അല്ല, നിങ്ങളുടെ മറ്റു നാളുകളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും മാച്ച് ആവുന്നില്ലായിരിക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം മേ ബി ഒരു മാരേജ് നടക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഡൗറി ഇഷ്യൂസ് ആയിരിക്കാം, എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ ഇഷ്യൂസുകളൊക്കെ വന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ പൊരുത്തമില്ല എന്ന് പറയുന്നതായിരിക്കാം. അങ്ങനെയുള്ള എന്തൊക്കെയോ ഇഷ്യൂസ് വന്നിട്ടാണ് മാരേജ് ബ്രേക്ക് ആവുന്നത്. ഓക്കെ, ഫൈനലി എല്ലാം യെസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, കണ്ടൊക്കെ ഇഷ്ടപ്പെടും, പക്ഷെ മാരേജ് നടന്നിട്ടുണ്ടാവില്ല. റീസെൻ്റ് ആയിട്ട് നിങ്ങളുടെ മാരേജ് ബ്രേക്ക് ആയിട്ടുണ്ടാവാം, മാരേജ് വരെ എത്തിയിട്ടത് എൻഗേജ്മെന്റ് എല്ലാം കഴിയുമ്പോൾ അവർ വേണ്ടാന്ന് പറഞ്ഞ് പോയിട്ടുണ്ടാവാം, ബിക്കോസ് ഓഫ് ഫാമിലി, അല്ലെങ്കിൽ റിലീജിയസ് ഫാക്ടർ കൊണ്ട് മാരേജ് വേണ്ടാന്ന് പറഞ്ഞ് പോയിട്ടുണ്ടാവാം. ആ ഒരു എനർജീസും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലുള്ള ആരോ ഉണ്ട്, സ്ട്രോങ് എനർജി എനിക്ക് സെൻസ് ചെയ്യാനേ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാത്തിനും അവസാനം നിങ്ങൾക്കിനി നിങ്ങളുടെ ഫേവറിൽ ലക്ക് വരാൻ പോവാണ്. ബിക്കോസ് ഞാൻ കുറച്ച് കാർഡുകൾ ക്ലാരിഫൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. നോക്കട്ടെ, നമ്മൾ ഫസ്റ്റ് പാൻസിൽ എന്തായാലും ഈ ഒരു കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു അടിപൊളി റീഡിങ്സ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഇത് അടിപൊളി അല്ലാന്നല്ല, ഇത് കുറച്ച് ബ്ലോക്കേജസ് നമുക്ക് കാണുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താകുന്നത് കേട്ടോ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, വൈ ഹിയർ ഈസ് 7 of Cups. Give me guidance, proper guidance please. Okay, I think you are a spiritual person. നിങ്ങളൊരു സ്പിരിച്വൽ പേഴ്സൺ ആയിരിക്കാം, നിങ്ങൾ കൂടുതലായിട്ടും സ്പിരിച്വൽ ആയിരിക്കാം, അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കൂടുതലായിട്ടും സ്പിരിച്വലായി, അതായത് നമ്മൾ കൂടുതലായിട്ട് സ്പിരിച്വൽ ആകുമ്പോഴെന്താണ്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ കുറേ കാര്യങ്ങളുള്ളപ്പോഴേക്കും അതിനൊന്നും ബാലൻസ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടാവില്ല. അതായത് അളവിൽ കൂടുതൽ നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് പോയാലും അത് നല്ലൊരു കാര്യമല്ല. നമ്മുടെ ലൈഫിൽ അതെല്ലാം ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിട്ട് വരുന്നുണ്ടാവും. കാരണം നമ്മൾ മഹാഭാരതത്തിലും ക്രിസ്ത്യാനിറ്റിയിലും ഒക്കെ പറയുന്നുണ്ട്, ദൈവത്തിലേക്ക് അടുക്കുന്ന മാർഗം എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള എല്ലാ മെറ്റീരിയലിസ്റ്റിക് തിങ്സിനെയും ബാക്ക്വേർഡ് പോവുക, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെയൊക്കെ നമുക്ക് അട്രാക്ട് ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരു എനർജിയിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓവറായിട്ട് നിങ്ങൾ സ്പിരിച്വൽ ആണെന്നുണ്ടെങ്കിൽ സ്പിരിച്വാലിറ്റിയും പ്രാക്ടിക്കാലിറ്റിയും ബാലൻസ് ചെയ്യാനാണ് ഇവിടെ പറയുന്നുള്ളത്. എല്ലാത്തിനും നിങ്ങൾ സ്പിരിച്വൽ മീനിങ്സ് കാണുകയും, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കുറച്ച് ഗ്രൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾക്കത് ആവശ്യമാണ് ഗ്രൗണ്ടിങ്.
അപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ട് അയ്യോ ഞാൻ ഒത്തിരി അധികം മെഡിറ്റേഷൻസ് ചെയ്യുന്നില്ലല്ലോ, വേറെ നോക്സ് ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾ പ്രെയർ ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് ദൈവത്തോട് അടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സ്പിരിച്വൽ പ്രാക്ടീസസ് ആണ്. സോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമയത്തേക്ക് നിങ്ങൾ ഗ്രൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യുക. കുറച്ച് നാളത്തേക്ക് നിങ്ങൾ ഇന്നോക്സ് ഒക്കെ ചെയ്യാതിരിക്കുക, പ്രേയേഴ്സ് ചെയ്യുക, ഓവറായിട്ട് പ്രേയേഴ്സ് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾ മാരേജ് ലൈഫ് ആഗ്രഹിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഭഗവാനിലേക്ക് അലിഞ്ഞു ചേരണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ, നിങ്ങൾക്കത് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അല്ല, അങ്ങനത്തെ ഒരു എനർജി അല്ല, നിങ്ങൾ മാരേജ് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ സാക്രിഫൈസ്. ഓക്കെ, പേഴ്സണൽ ഇഷ്യൂസ് റീച്ചസ് റെസൊല്യൂഷൻ. ഐ തിങ്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട്. ആ ഒരു പേഴ്സണൽ ഇഷ്യൂസിൻ്റെ റീസൺ ആവാം, അതും ഒക്കെ നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെയുണ്ട്. ആ ഒരു എനർജീസ് ഒക്കെ കൊണ്ടാണ് നിങ്ങളിപ്പോൾ ഡൗൺ ആയിട്ടിരിക്കുന്നുള്ളത്. മൊത്തത്തിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം എല്ലാ തരത്തിലും എനിക്ക് മൊത്തത്തിൽ ഫ്ലോപ്പാണ്, ഒരു തരത്തിലും എനിക്കൊരു കാര്യങ്ങളും നേരെ ചൂടെ നടക്കുന്നില്ല എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങൾ, ഓവറോൾ എനർജി ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുള്ളത്. ബട്ട് ഡോണ്ട് വറി, അധികം വൈകാതെ തന്നെ നിങ്ങൾക്കൊരു പ്രപ്പോസൽ വരുന്നുണ്ടാവും, നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് വരുന്നുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടോട്ടലി അറേഞ്ച് മാരേജ് ആണ്. നിങ്ങളുടെ ഫാമിലി വഴിയായിരിക്കും, അവർ നിങ്ങളുടെ പള്ളി അല്ലെങ്കിൽ ഫാമിലി ഒക്കെ വഴിയായിരിക്കില്ല, ഫ്രണ്ട് വഴിയായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു പ്രപ്പോസൽസ് വരുന്നത്. എന്തായാലും ഇതൊരു അറേഞ്ച് മാരേജ് സെറ്റിങ്സ് ആണ്. ഓക്കെ, ആ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ലെറ്റ്സ് ചെക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? സീ ഗൈസ്, നിങ്ങൾ ഈ ഒരു ടൈമിൽ സെൽഫ് ലവ് ചെയ്യുക, കരിയറിൽ ഫോക്കസ് ചെയ്യുക. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കറൻ്റ്ലി എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും അത് നിങ്ങളുടെ ലൈഫിൽ അത് സംഭവിക്കാനുള്ളതാണ്, നിങ്ങളുടെ കർമ്മഫലമാണ്. സോ ഡോണ്ട് വറി, ഡോണ്ട് സ്ട്രെസ് യുവർ സെൽഫ്. അത് ഓർത്തിട്ട് നിങ്ങൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയൊന്നും വേണ്ട. ബിക്കോസ് ഈ ഒരു എനർജി എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണ് നിങ്ങൾ ഈ ഒരു പാരൻസിലുള്ളവരുടെ. കാരണം ഇവിടെ ഫുൾ നെഗറ്റീവ് എനർജീസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഡൗൺ ആയിട്ടുള്ള ഒരു എനർജിയിലാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ എനർജീസ് നോക്കുവാണെങ്കിൽ ഹീ ഈസ് എ കരിയർ ഓറിയൻറ്റഡ് പേഴ്സൺ. ഹി ഓർ ഷീ ഈസ് എ കരിയർ ഓറിയൻറ്റഡ്, പക്ക കരിയർ ഓറിയൻറ്റഡ് ആണ്. സെൽഫ് ലവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ലൈക്ക് ഇവരുടെ ലൈഫിൽ സെൽഫ് ലവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ കറേജിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ക്രിയേറ്റീവ് ആണ്, ചാലഞ്ചസിനെയൊക്കെ ഫേസ് ചെയ്യാനായിട്ടുള്ളൊരു വ്യക്തി, വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. വളരെ ഒരു സോഷ്യൽ ബട്ടർഫ്ലൈസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ലൈക്ക് ഈ ഒരു വ്യക്തി സ്വാതന്ത്ര്യം കൊടുക്കുന്നതിലും സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നതിലും ബിലീവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിനെ റെസ്ട്രിക്ട് ചെയ്ത് വെക്കാൻ പറ്റില്ല, നീ അത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ അവിടെ പോകാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല, അങ്ങനത്തെ ഒരു എനർജിയിൽ നിങ്ങൾ നിൽക്കാൻ പാടില്ല. കാരണം ഈ ഒരു വ്യക്തി വളരെയധികം ഇൻഡിപെൻഡൻസ് എന്നുള്ള ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒത്തിരി അധികം ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഇപ്പം നിങ്ങൾ മെയിലാണ് ഈ റീഡിങ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്, നിങ്ങൾ മാരേജ് ചെയ്യാൻ പോകുന്ന ഫ്യൂച്ചർ സ്പൗസിന് ഒത്തിരി അധികം മെയിൽ ഫ്രണ്ട്സ് ഉണ്ടാവും. ഇപ്പം നിങ്ങൾ ഫീമെയിലാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാരേജ് ചെയ്യാൻ പോകുന്ന ഫ്യൂച്ചർ സ്പൗസിന് ഒത്തിരി അധികം ഫീമെയിൽ ഫ്രണ്ട്സ് ഉണ്ടാവാം. മനസ്സിലായോ? ഇവരൊരു സോഷ്യൽ ബട്ടർഫ്ലൈ ആണ്. അപ്പം നിങ്ങൾ അവിടെ വന്നിട്ട് ലൈക്ക് അങ്ങനെ നിങ്ങൾ അങ്ങനെ ആ ഒരു എനർജിയിൽ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തി അവിടെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും ഈ ഒരു വ്യക്തിയുടെ ആ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അല്ല, നിങ്ങൾ അവരുടെ അടുത്ത് ഇത്രയും കമ്പനിയാണ്, വൈബാണ്, അവരുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ പോലെ കാണുന്നു. ഓഫ് കോഴ്സ് ഈ ഒരു വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇതെന്താണ് മാഡം പറയുന്നത്, എൻ്റെ ഭാര്യയ്ക്കല്ലേ ഭർത്താവിന് വേറെ കുറച്ച് പെണ്ണുങ്ങൾ കൂട്ടുണ്ട്, അപ്പോൾ പിന്നെ ഞാൻ ആരാ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് അല്ല. ഇവർക്ക് ഹെൽത്തി ബൗണ്ടറീസ് കീപ്പ് ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ എത്ര ഫ്രണ്ട്ഷിപ്പ് ആയാലും നിങ്ങളുടെ സ്ഥാനം എപ്പോഴും നിങ്ങൾക്കുള്ളത് തന്നെയാണ്. നിങ്ങൾ അവരുടെ ഹസ്ബൻഡാണ് അല്ലെ വൈഫാണ് എന്നുള്ള ഒരു പ്രയോറിറ്റി എപ്പോഴും അവരുടെ ലൈഫിലുണ്ട്. ഫ്രണ്ട്സ് എപ്പോഴും ഫ്രണ്ട്സാണ് അവർക്ക്, മനസ്സിലായി. അതിലുപരി ഇവർ മാരിറ്റൽ റിലേഷനോ അല്ലെങ്കിൽ വേറെ മോശമായിട്ടുള്ള റിലേഷൻഷിപ്സിനോ ഒന്നും ഈ ഒരു വ്യക്തി പോകുന്നുണ്ടാവില്ല. ഇവരിത്ര സോഷ്യൽ ബട്ടർഫ്ലൈ ആണെങ്കിൽ പോലും എല്ലാത്തിനും നമ്മൾ പറയും ഹെൽത്തി ബൗണ്ടറീസ് ഉണ്ടെന്ന്. ഈ ഒരു വ്യക്തിക്ക് എവിടെ ഒരാളെ എങ്ങനെ നിർത്തണം എന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. വളരെയധികം ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ ബൗണ്ടറീസിനെ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓഫ് കോഴ്സ് ഫ്രണ്ട്സ് ആയിരിക്കാം, പക്ഷെ അതൊരു ബൗണ്ടറി വെച്ചിട്ടായിരിക്കും ആ ഒരു ഫ്രണ്ട്ഷിപ്പിലുള്ളതവർ. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബൗണ്ടറി വെച്ചിട്ട് എന്ത് ഫ്രണ്ട്ഷിപ്പാണ് എന്നുള്ളതല്ല. ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്,
വളരെ ജെനുവിനും ലോയലും ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക, അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് കീപ്പ് ചെയ്യുക, അങ്ങനത്തെ ഒരു എനർജിയാണ്. അറ്റ് ദി സെയിം ടൈം നമ്മൾ പറയും ഏതൊരു റിലേഷനും ഹെൽത്തി ബൗണ്ടറീസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു എനർജിയിൽ ഉള്ളൊരു വ്യക്തിയാണ്. ഹെൽത്തി ബൗണ്ടറീസ് വയ്ക്കുന്നതിലും നിങ്ങളും ഹെൽത്തി ബൗണ്ടറീസ് നിങ്ങളുടെ ലൈഫിൽ കീപ്പ് ചെയ്യണം എന്ന് ഈ ഒരു വ്യക്തി നിങ്ങളോട് പറയുന്നുണ്ടാവും. ലൈക്ക് എല്ലാ കൂട്ടൊക്കെ നല്ലതാണ്, പക്ഷെ നിനക്ക് ഹെൽത്തി ബൗണ്ടറീസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു റിലേഷനും കീപ്പ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഹെൽത്തി ബൗണ്ടറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങളോടും പറയുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളിവിടെ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഐ തിങ്ക് ഈ ഒരു വ്യക്തി വളരെയധികം മെറ്റീരിയലിസ്റ്റിക് ആണ്. ഐ തിങ്ക് ദിസ് പേഴ്സൺ ഈസ് എ ബിസിനസ് മാൻ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫീൽഡിലായിരിക്കാം. ബിക്കോസ് ഈ ഒരു വ്യക്തി എപ്പോഴും ബിലീവ് ചെയ്യുന്നത് ഈ ഒരു വ്യക്തി എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് ഇവൻ അത് റിലേഷൻ ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അത് സോളിഡ് ആവണം, ലൈഫ് ലോങ് ആയിരിക്കണം, അതിലൊരു സോളിഡ് ഫൗണ്ടേഷൻ ഉണ്ടാവണം എന്ന് ബിലീവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോളിഡ് അല്ലാത്ത ഒരു കാര്യത്തിനും, സോളിഡ് ഫൗണ്ടേഷനിലല്ലാത്ത ഒരു കാര്യത്തിനും ഈ ഒരു വ്യക്തി ഒരിക്കലും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അതിലധികം ഈ ഒരു വ്യക്തി ഒരു ടൈം എനർജീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളിവിടെ ഡീൽ ചെയ്യുന്നുള്ളത്. ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡസൻറ്റ് മീൻ കി ഈ ഒരു വ്യക്തിക്ക് ഇവർ ഡൗൺ ആവത്തില്ല, ഇവരെപ്പോഴും വളരെയധികം അങ്ങനെയാണ്, അങ്ങനല്ല. ഇവരും ഡൗൺ ആവാറുണ്ട്, ഇവരും സാഡ് ആവാറുണ്ട്. ഇവർക്ക് അങ്ങനെയുള്ള കുറേ ഫേസസ് ഉണ്ടായിട്ടുണ്ട് ഇവരുടെ ലൈഫിൽ. ഇവർ ഹെൽത്തി ബൗണ്ടറീസ് കീപ്പ് ചെയ്യാതെ, ഇവരങ്ങനെ തുടക്കം മുതലേ ഹെൽത്തി ബൗണ്ടറീസ് കീപ്പ് ചെയ്തിട്ടുള്ള ഒരാളൊന്നുമല്ല. ഇവരുടെ ലൈഫിൽ എങ്ങനെ എന്തൊക്കെയോ ഒരു സിറ്റുവേഷൻസ് വന്നപ്പോൾ ഇവരെപ്പോഴും അവിടെ ഒരു ഹെൽത്തി ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്തു. ഇവർക്ക് മനസ്സിലായി ഹെൽത്തി ബൗണ്ടറീസ് ഈച്ച് ആൻഡ് എവറി റിലേഷനിലും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഇപ്പം ഇവർ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായി നമ്മളുടെ മെൻ്റൽ സ്റ്റെബിലിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ഹെൽത്തി ബൗണ്ടറീസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു പോയിന്റ് ഈ ഒരു വ്യക്തി ഏതോ ഒരു ടൈമിൽ ലേൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു വ്യക്തി ഹെൽത്തി ബൗണ്ടറീസ് വെച്ചിട്ടുള്ളത്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു എനർജീസ്. നിങ്ങളുടെ പേഴ്സണ് ബ്ലെയിമിങ് ഇഷ്ടമല്ല. നിങ്ങൾ എപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. കുഞ്ഞിലെ മുതലേ നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാ കാര്യത്തിലും മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറും ഒരു സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അത്ര സുഖകരമായിരിക്കില്ല. ബിക്കോസ് ഈ ഒരു വ്യക്തി ബ്ലെയിമിങ് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് എപ്പോഴും മാനിഫെസ്റ്റേഷനിലും അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിലും ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ പക്ഷേ നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു ശീലം മാറ്റേണ്ടതാണ്. കാരണം ഇവരുടെ അടുത്ത് എപ്പോഴും നിങ്ങൾ ഞാൻ ഡൗൺ ആണ്, എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയാണ്, എൻ്റെ ഫാമിലിയിൽ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇന്നത് നടന്നു, അതിങ്ങനെയായി അങ്ങനെയായി എന്നൊക്കെ നമ്മളിങ്ങനെ ചില പെണ്ണുങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവില്ലേ. ലൈക്ക് അങ്ങനെയുള്ള കുറേ ആളുകളെ ഞാൻ കണ്ടിട്ട് ലൈക്ക് എന്ത് ചെയ്താലും അവർക്ക് പ്രത്യേകിച്ച് എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾക്കൊരു ഒരു കാര്യത്തിലും എത്ര കാര്യങ്ങൾ ചെയ്താലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എപ്പോഴും നിങ്ങളുടെ ഹസ്ബൻഡിനെ, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ നിങ്ങളിങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ അതിലും ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഇവരുടെ ക്യാരക്ടറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതിൽ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ടാവും. ബിക്കോസ് ഈ ഒരു വ്യക്തി മാക്സിമം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു ഹസ്ബൻഡ് എന്നുള്ള വൈഫ് എന്നുള്ള രീതിക്ക് എല്ലാ തരത്തിലും ഇവർ 110% നിങ്ങൾക്ക് തരുന്നുണ്ടാവും. പക്ഷെ എന്നിട്ടും നിങ്ങൾ ഇവരെ ബ്ലെയിം ചെയ്യുകയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ബിക്കോസ് ഇവരും ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ ഒരു വ്യക്തി എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങളും ഇതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകണം, ഈ റിലേഷനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകണം, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യണം എന്ന് വിശ്വസിക്കുന്നവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീഡം കൊടുക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇപ്പം നിങ്ങളുടെ ടൈം മോശമായിട്ടുള്ള ഒരു എനർജിയാണ്, പക്ഷേ ഈ ഒരു റിലേഷൻ നിങ്ങളുടെ ഡെസ്റ്റൈൻഡ് ആണ്, ഡെസ്റ്റൈൻഡ് പാർട്ട്ണറാണ്. നമ്മൾ തുടക്കം മുതലേ ഡെസ്റ്റൈൻഡ് പാർട്ട്ണർ എന്ന് പറയുന്നത് കാരണം നിങ്ങൾക്ക് ഒരു പ്രൊപ്പോസൽസും മാരേജസും നടക്കാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ തന്നെ മാരേജ് ചെയ്യണമെന്ന് ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? സോ അത് ഓർത്തിട്ട് നിങ്ങൾ വറീഡ് ആവേണ്ട, ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾക്കുള്ള ഹസ്ബൻഡ് വൈഫ് കറക്റ്റ് ടൈമിങ്ങിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവും. ഓക്കെ, ഐ ആം ടയേർഡ്. മാരേജ് ലൈഫ് എങ്ങനെയായിരിക്കും സെക്കൻഡ് പാലസിൻ്റെ? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. Again complications. For some of you എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആവുകയാണ്. ആ ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ മാനേജ് ചെയ്യുന്നത്. ഐ തിങ്ക് നിങ്ങൾ വെയിറ്റിംഗ് ഫേസിലാണ്. ലൈക്ക്
യൂണിവേഴ്സ് എനിക്ക് കരുതി വെച്ചിട്ടുള്ള ഫ്യൂച്ചർ സ്പൗസ് ആരാണ്? നിങ്ങൾ യൂണിവേഴ്സിനോട് സിങ്ക്രോണിസിറ്റീസും സയൻസും ഒക്കെ ചോദിക്കുന്ന ഒരാളായിരിക്കും. നിങ്ങൾ ഓരോ പ്രൊപ്പോസൽസ് വരുമ്പോഴും യൂണിവേഴ്സിനോട് സയൻ ചോദിക്കും, ഇതാണോ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ, ഇതാണോ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ എന്നുള്ള ഒരു എനർജിയിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നുള്ളത്. ഇറ്റ്സ് ഗുഡ്. അപ്പം നിങ്ങൾക്ക് സയൻസും ഒക്കെ കാര്യങ്ങളൊക്കെ ഡിവൈൻ തരുന്നുണ്ടാവും. 7711 ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. 10 ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് സയൻസ് ആയിട്ട് ഈ ഒരു വ്യക്തി വരുമ്പോൾ നിങ്ങൾക്ക് ഡിവൈൻ യൂണിവേഴ്സ് ഒക്കെ തരുന്നുണ്ടാവാം. ഐ തിങ്ക് ഇവിടെ നമ്മൾ ഷുഗർ കോഡ് റീഡിങ്സ് പറയുന്നില്ല. നിങ്ങൾക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ റിലേഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ്. യു നീഡ് ടു അഡ്ജസ്റ്റ്, ബാലൻസ് എനർജീസ്. ഐ തിങ്ക് നിങ്ങൾ മാരേജ് ചെയ്യുന്ന ഉടനെ തന്നെ പ്രഗ്നൻ്റ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ, മെയിൽ ആണെങ്കിൽ ആവില്ല. ഓക്കെ, അവർ എനർജീസ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷനിലുള്ള കുറേ ശീലങ്ങളെയൊക്കെ നിങ്ങൾക്ക് മാറ്റേണ്ടതായിട്ട് വരും അവരുടെ മാരേജ് ലൈഫിലേക്ക് പോകുന്ന സമയത്ത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. യു നീഡ് പേഷ്യൻസ്. അവിടെയുള്ള ആളുകളെയൊക്കെ ഡീൽ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് പേഷ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടതായിട്ട് വരും. ലൈക്ക് നിങ്ങൾക്കാണെങ്കിൽ തന്നെ ഈ ഒരു മാരേജ് ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള വെയിലല്ല ഞാൻ പറയുന്നത്. ഏതൊരു റിലേഷനിലും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അഡ്ജസ്റ്റ്മെൻറ്റ്സ് റിക്വയർഡ് ആണ്. ഇവൻ നമ്മളുടെ സോൾമേറ്റ്സ് ആണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇനി അല്ല, ഡെസ്റ്റിൻഡ് പാർട്ട്ണർ ആണെങ്കിൽ പോലും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഏതൊരു മാരേജ് ലൈഫിലും ഇമ്പോർട്ടൻ്റ് ആണ്. സോ എനർജീസ് ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മാരേജ് ലൈഫിൽ മേ ബി ചില കാര്യങ്ങളെ കണ്ടിട്ടും കണ്ടില്ലാതെ നടിക്കേണ്ട ഒരു സിറ്റുവേഷൻസ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഇവിടെ. ഇവൻ നിങ്ങൾക്കിപ്പം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സന്തോഷം തരുന്നില്ല, പക്ഷേ എന്നാലും നിങ്ങൾക്കതിൽ സന്തോഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കൂടുതലായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. അവർ എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യുന്നത്. സോറി ടു സേ, എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറഞ്ഞു. ലോൺലിനെസ്സിൻ്റെ കാർഡാണ് നമുക്കിവിടെ ബോട്ടംസിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പലപ്പോഴും ഈ മാരേജ് ചെയ്താലും നിങ്ങൾക്ക് ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു തോട്ട്സ് ചില സമയത്ത് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഇവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ പോസിറ്റീവായിട്ടുള്ള ആളുകളാണ് കേട്ടോ. ഭയങ്കരമായിട്ടും പോസിറ്റീവായിട്ട് മൈൻഡ് സെറ്റുള്ള ആളുകളായിരിക്കും. നിങ്ങൾക്ക് ഇവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, നിങ്ങൾ കുറച്ച് ഇൻട്രോവേർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സീക്രറ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ, നിങ്ങൾ വളരെ ലോ വൈബ്രേഷനുള്ള ഒരു വ്യക്തിയാണ്. ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഒരു എന്നുള്ള ഒരു എനർജിയിൽ നിൽക്കുകയാണ്. നിങ്ങൾ ശരിക്കും ലിറ്ററലി റിസൾട്ട് ആവുന്നുള്ള ഒരു എനർജീസിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നുണ്ട്. ഒരു ലോ എനർജിയിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, മൂണിൻ്റെ കാർഡ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ലോ വൈബ്രേഷനെയാണ് മൂന്ന് കാണിക്കുന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു കണക്ഷൻ നിങ്ങൾ മാരേജ് ലൈഫിൽ ചെല്ലുമ്പോൾ നിങ്ങളിങ്ങനെ ഒത്തിരി അധികം കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും നിങ്ങളിങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡ് വഴി ഇങ്ങനെ അവയിൽ പരുവത്തിലാക്കി ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്ത് നിങ്ങൾക്കുള്ള സന്തോഷം കൂടി നിങ്ങൾ ഇല്ലാതാക്കി കളയുന്ന ഒരു എനർജിയിലേക്ക് നിൽക്കുന്നുണ്ടാവും. ശരിക്കും ഒന്നുമില്ല. മൂണിൻ്റെ കാർഡ് ഇല്യൂഷനെയാണ് കാണിക്കുന്നത്. ശരിക്കും ഒന്നുമില്ല അവിടെ. പക്ഷെ നിങ്ങളിങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രസന്റ് സിറ്റുവേഷനിലും ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ തുടക്കത്തിലേ അത് പറഞ്ഞു, നിങ്ങൾ പ്രസന്റ് സിറ്റുവേഷനിലും ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ മാരേജ് ലൈഫിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ മദർ ഇൻ ലോസ്, ഫാദർ ഇൻ ലോസ്, അല്ലെങ്കിൽ സിസ്റ്റർ ബ്രദറും ഒക്കെ പറയുന്നു എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും നിങ്ങളിങ്ങനെ ചിന്തിച്ച് ഓവറായിട്ട് നിങ്ങൾ ചിന്തിച്ച് അതിനെ ഒരു നെഗറ്റീവ് വേയിലാക്കി നിങ്ങളുടെ ഉള്ള സമാധാനം കൂടി നിങ്ങൾ കളയാനുള്ള ചാൻസസ് ഉണ്ട്. സെൽഫ് ലവ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങളുടെ ഈ ഒരു എനർജീസിനെ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു എനർജി ഉള്ളത് കൊണ്ടാണ് ഇത്രയും നെഗറ്റീവ് കാർഡ്സ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ ആ ഒരു ശീലം നിങ്ങൾ മാറ്റേണ്ടതായിട്ട് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻ ഏറ്റവും നിങ്ങൾക്കൊരു ഗിഫ്റ്റാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നത്. മനസ്സിലായോ? പക്ഷെ നിങ്ങളതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് ഈ ഒരു റിലേഷനെ കൊണ്ടുപോകുന്നതും ഇതിനെ ഇല്ലാണ്ടാക്കുന്നതും ഇതിനെ ബെറ്ററാക്കി കൊണ്ടുപോകുന്നതും യൂണിവേഴ്സ് തരുന്ന ആ ഒരു ഗിഫ്റ്റിനെ അതേ രീതിയിൽ നിങ്ങൾക്ക് അതേ ഹാപ്പിനെസ്സോട് കൂടെ നിങ്ങൾ റിസീവ് ചെയ്ത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് ലൈഫ് ടൈമിലേക്ക് വെക്കുന്നതും ഒക്കെ നിങ്ങളുടെ കയ്യിലാണുള്ളത്. എനിക്ക് ആ ഒരു എനർജി അല്ല. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ചിട്ടോ നിങ്ങളുടെ മദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള അവരുടെ ബാക്കിയുള്ള മെമ്പേഴ്സിനെ കൊണ്ടൊന്നും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പോകുന്നില്ല. മനസ്സിലായോ? അവർ ശരിക്കും വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഓക്കെ, യെസ്. Let go and listen to your intuition. No.
വിസിറ്റ് യുവർ ഇൻഡ്യൂഷൻ അഗെയിൻ ഇവിടെ വന്നിട്ട് സി ലെറ്റ് ഗോ ചെയ്യുക. ഇപ്പോൾ ഉള്ള പ്രസന്റ് സിറ്റുവേഷൻ എന്താണോ അതിനെ ലെറ്റ് ഗോ ചെയ്യാനാണ് ഡിവൈനും യൂണിവേഴ്സും ഇവിടെ നിങ്ങളോട് പറയുന്നുള്ളത്. നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മൈൻഡിൽ ഏതോ ഒരു വ്യക്തിയുണ്ട്, അവരുമായിട്ട് എൻ്റെ മാരേജ് നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു തോട്ട്സിലാണ് നിങ്ങൾ ഈ റീഡിങ് കാണുന്നത്. ബിഗ് നോ ആണ്, അയാൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് അല്ല കേട്ടോ. അയാൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് അല്ല. നിങ്ങൾ എത്രമാത്രം ആ റിലേഷനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു അത്രമാത്രം നിങ്ങൾ നിങ്ങളുടെ പോസിറ്റിവിറ്റിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക, ലെറ്റ് ഗോ ചെയ്യുക, സറണ്ടർ ചെയ്യുക. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് കളയുക. ഓക്കെ, ആസ്ക് യുവർ ഏഞ്ചൽസ്. നിങ്ങളുടെ ഏഞ്ചൽസിനോട് നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാം. നിങ്ങൾ ഡിവൈനിൽ യൂണിവേഴ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ഡിവൈൻ പവർ ആണോ അതിന് നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാം. ആസ്ക് യുവർ ഏഞ്ചൽസ്. നിങ്ങളുടെ ഹയർ സെൽഫുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവാം. ഗെറ്റ് മോർ ഇൻഫോർമേഷൻസ് ആൻഡ് പെർഫെക്റ്റ് ടൈമിങ്. സി ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്ന ടൈമിൽ നിങ്ങൾ ഇവരെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും റൂമേഴ്സും കാര്യങ്ങളും ഒക്കെ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് കേൾക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അവർ അങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്. സോ ആ ഒരു എനർജി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് അവരുടെ ക്യാരക്ടർ എന്താണ്, അല്ലെങ്കിൽ ശരിക്കും നിങ്ങൾ അന്വേഷിച്ചിട്ട് വേണം ഈ ഒരു മാരേജ് ചെയ്യാനെന്നുള്ളൊരു ഗൈഡൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. പെർഫെക്റ്റ് ടൈമിങ്. ഇപ്പോൾ നിങ്ങളുടെ ടൈം ശരിയല്ല. പെർഫെക്റ്റ് ടൈമിങ്ങിൽ ശരിക്കും അവർ അങ്ങനെ ഒരു ഇൻഫോർമേഷൻ ഗെറ്റ് മോർ ഇൻഫോർമേഷൻ എന്നുള്ളൊരു കാർഡ് വന്നെങ്കിൽ പോലും ഇത് ശരിക്കും അയാളെക്കുറിച്ചിട്ടുള്ളൊരു റോങ് ഇൻഫോർമേഷൻ ആയിരിക്കും. ജെനുവിൻ ആവാനായിട്ടുള്ള ചാൻസസ് കുറവാണ്. പക്ഷെ എന്നാലും നിങ്ങളുടെ ആ ഒരു മൈൻഡിൽ ആ ഒരു തോട്ട്സ് ഇങ്ങനെ ഇരുന്നിരുന്ന് നിങ്ങൾ വീണ്ടും ഓവർ തിങ്ക് ചെയ്ത് ഇരിക്കാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് ഗെറ്റ് മോർ ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ അന്വേഷിക്കുക നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ചിട്ട്, അവരുടെ ക്യാരക്ടർ എന്താണ്, ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുക ശരിക്കും. ഓക്കെ, സോ ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ടൈമിങ്ങിൽ നിങ്ങൾക്ക് ഇവർ ഫ്യൂച്ചർ സ്പൗസിനെ കാണാനും ഇവരെ മാരി ചെയ്യാനായിട്ടും ഒക്കെ പറ്റുന്നുണ്ടാവും. ഇതൊരിക്കലും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒന്നും അല്ല കേട്ടോ. നമ്മൾ ലോങ് ഡിസ്റ്റൻസിൻ്റെ കാർഡൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കില്ല. ഈസിലി ഇത് ബാലൻസ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റുന്നുണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ആക്ഷൻലെസ് ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ പിടിച്ചു നിർത്തുന്നുണ്ട്, ഈ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണൽ ഇഷ്യൂസിനെ നിങ്ങൾ പേഴ്സണൽ ഇഷ്യൂസ് റീച്ചസ് റെസൊല്യൂഷൻ എന്നുള്ളൊരു കാർഡാണ് നമുക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ ഇഷ്യൂസ് ഇപ്പോൾ പ്രസൻ്റ്ലി ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഡീൽ ചെയ്യുക, ഹീൽ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ഇറ്റ്സ് എ പെർഫെക്റ്റ് ടൈമിങ്. ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആരാണോ അവരെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. അവർ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും. സോ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് റീഡിങ്സ് യൂസ്ഫുൾ ആയി എന്നാണ് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നത്. എഗെയിൻ ഞാൻ നിങ്ങളുടെ കരിയർ പറഞ്ഞിട്ടില്ല. എഗെയിൻ അക്കൗണ്ട് സെക്ഷൻസിലാവാനുള്ള ചാൻസസ് ഉണ്ട് ഇവിടെ ഈ ഒരു വ്യക്തി. അല്ലെങ്കിൽ ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കാം ഇവർ ജോബ് ചെയ്യുന്നുള്ളത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു വ്യക്തി പട്ടാളത്തിലൊക്കെ ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം. അല്ലെങ്കിൽ ആ ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ജോബ്സ് ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ സൈക്കാട്രിസ്റ്റ് ആവാം, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആവാം. ആ ഒരു എനർജീസും എനിക്കിവിടെ സെൻസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഒരു വ്യക്തിക്ക് മൂണിനോട് വലിയ ഇഷ്ടമാണ്. മൂൺ വളരെയധികം ഇൻട്രസ്റ്റ് ആണ്. മൂൺ എപ്പോൾ വരുന്നോ ആ ടൈമിൽ നോക്കുന്നുണ്ട്. ആ ഫുൾ മൂൺ, ഹാഫ് മൂൺ, അങ്ങനെ മൂണിൻ്റെ ഡിഫറെൻറ്റ് ഫേസസിനെ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഐ തിങ്ക് സംതിങ് ഈസ് റിലേറ്റഡ് ടു സ്റ്റാർ ആൻഡ് മൂൺ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഫീൽഡിലായിരിക്കാം ഈ ഒരു വ്യക്തി ഉള്ളത്. ആസ്ട്രോളജിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഹീലർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു എനർജീസും എനിക്കിവിടെ ബിസിനസ് മാൻ ആവാം, അല്ലെങ്കിൽ ഫോർ സം ഓഫ് യു ദിസ് ഈസ് എ ഡിവോഴ്സി. നിങ്ങൾ സെക്കൻഡ് മാരേജസിനൊക്കെ ആയിരിക്കും ഈ റീഡിങ്സ് നോക്കുന്നുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അത് സെക്കൻഡ്, ഞാൻ അഡീഷണൽ ഒന്നും ആഡ് ചെയ്യാത്തതാണ്. സെക്കൻഡ് മാരേജസിനായിരിക്കും നിങ്ങൾ ഈ റീഡിങ് നോക്കുന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് മാരേജ് ബ്രേക്ക് ആയിട്ട് സെക്കൻഡ് മാരേജ് അങ്ങനെയുള്ളൊരു എനർജിയിൽ ആവാം. ഓക്കെ, എനിവേസ് അതായിരുന്നു റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് പേഴ്സണലൈസ് റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുക, മെസ്സേജ് അയയ്ക്കുക. എഗെയിൻ നിങ്ങളുടെ ഏതൊക്കെ പൈൽസാണ് ചൂസ് ചെയ്തത്, ഫസ്റ്റ് സെക്കൻഡ് ആണോ ഏതെന്നും കൂടി എനിക്ക് കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക കേട്ടോ. സോ നിങ്ങളുടെ സിറ്റുവേഷൻസ് ഞാൻ റീഡിങ്സ് ചെയ്തപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് സെക്കൻഡ് പൈൽസ് ആണ് തോന്നിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒരു പൈൽസ് റീഡ് ചെയ്തവർക്ക് ഉണ്ട്, നിങ്ങൾക്ക് എക്സാക്ട് ഞാൻ പറഞ്ഞതുപോലത്തെ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ടാവും മസ്റ്റായിട്ട് കേട്ടോ. സോ താങ്ക് യു സോ മച്ച്.